നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല മീഡിയയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾ ഇന്നൊരു പോസ്റ്റ് നൽകിയിരുന്നു. ആ പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: തിരുവല്ലയിൽ നടപ്പിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? ഈ പോസ്റ്റിന് താഴെ തിരുവല്ലയെ സ്നേഹിക്കുന്ന, തിരുവല്ലയുടെ വികസനം ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ, പ്രത്യേകിച്ച് തിരുവല്ലക്കാർ, അവരുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയുണ്ടായി. ഞങ്ങൾ ആ കമൻറ്റുകളൊക്കെ തന്നെ ശ്രദ്ധാപൂർവം വായിച്ചു. അതിലൊരു കമൻറ്റ് ഏറെ ശ്രദ്ധേയമായി തോന്നി. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും പൊതുപ്രവർത്തകനുമായ സജു സാമുവൽ പങ്കുവച്ചിരിക്കുന്ന കമൻറ്റ് ഏറെ ശ്രദ്ധേയമാണ്. അത് നിങ്ങളെല്ലാവരും അറിയണമെന്ന് തോന്നി. ആ കമൻറ്റ് ഞങ്ങളിവിടെ വാർത്തയായി നൽകുകയാണ്. വളരെ മികച്ച നിർദ്ദേശങ്ങൾ ഒരുപാട് ഈ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുക്കുന്നവയൊക്കെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുമധ്യത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും സജു സാമുവേലിൻ്റെ ഈ നിർദ്ദേശം നിങ്ങളും ഒന്ന് കേൾക്കുക. ആ കമൻറ്റ് ഇങ്ങനെയാണ്: 1. തിരുവല്ല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുവാൻ സൗകര്യമായ രീതിയിൽ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുക. 2. പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുക. എല്ലാ ട്രെയിനുകൾക്കും അവിടെ സ്റ്റോപ്പ് അനുവദിക്കുക. 3. തിരുവല്ല ബൈപ്പാസ് റോഡിൽ നിലവിൽ സിഗ്നലുകൾ സ്ഥാപിച്ച സ്ഥലത്ത് ഫ്ലൈ ഓവറുകൾ പണിത് വാഹന സഞ്ചാരം സുഗമമാക്കുക. 4. തിരുവല്ലയിലെ പബ്ലിക് സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി അത് നവീകരിക്കുക. 5. പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകുകയും അവരിൽ നിന്നും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുകയും ചെയ്യണം. 6. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും ബാങ്കുകളും പണ ഇടപാട് സ്ഥാപനങ്ങളും കൂടുതലുള്ള തിരുവല്ലയിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി പോലീസ് സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും മെച്ചപ്പെടുത്തുകയും വേണം. 7. വിവര സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുകയും അതിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനം ഉറപ്പുവരുത്തുകയും ചെയ്യണം. 8. തിരുവല്ലയിലുള്ള വൈദ്യുത വിഭാഗത്തിൻ്റെ ഡിവിഷൻ സെഷൻ ഓഫീസുകൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കണം. 9. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികൾ തിരുവല്ലയിൽ ഉണ്ടെങ്കിലും സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും സാധാരണ ജനങ്ങൾക്കുള്ള സേവനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യണം. 10. അത്യാധുനിക രീതിയിലുള്ള ക്യാമറകൾ നഗരത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നഗരം കൂടുതൽ സുരക്ഷിതത്വം ഉള്ളതാക്കണം. സ്ഥാപിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിനുള്ള മെയിൻ്റെനൻസ് നടത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനക്ഷമത അധികാരികൾ ഉറപ്പുവരുത്തുന്നതും പൊതുജനത്തിന് ഉപകാരപ്പെടും. 11. പൊതുജനങ്ങൾക്കുള്ള സേവനം നൽകുന്നതിനുള്ള സർക്കാർ ഓഫീസുകളും ഇതര സ്ഥാപനങ്ങളും തങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കുറ്റമറ്റതാക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് സജു സാമുവേലിൻ്റെ ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.